പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. 2026 ജനുവരി മാസം 1-ാം തീയതി കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായി തീരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി നമുക്ക് നന്ദിയോട് സ്തുതിക്കാൻ സ്തോത്രം ചെയ്യാം. പ്രിയ ദൈവമക്കളെ, ഈ ഒരു പുതിയ വർഷം നമുക്ക് കാണുവാൻ അപ്പൻ ഹല്ലേലൂയ നമുക്ക് തന്നുവെങ്കിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അപ്പാ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. 2025 ഉപയോഗിച്ചതിൽ ഉപരിയായിട്ട് കർത്താവിന് ഹല്ലേലൂയ പ്രയോജനപ്പെടുത്തി എടുക്കണമേ എന്ന് പറഞ്ഞ് അപ്പന്റെ നാമത്തിന് വേണ്ടി കൊള്ളാകുന്നവരായി തീരുവാൻ ആരോഗ്യം തന്ന്, ബലം തന്ന്, ശക്തി തന്ന് എവിടെ ഞങ്ങളെ അപ്പൻ അയക്കുന്നു അവിടെ പോയി അപ്പനെ കുറിച്ച് പറയുവാനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനയോട് ദൈവസന്നിധി ആയിത്തീരാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ 2026 ജനുവരി മാസം 1-ാം തീയതി ഡെയിലി മന്നയിലായിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പ ഓരോ മക്കളുടെയും ജീവിതത്തിൽ കർത്താവെ ഹല്ലേലൂയ ഈ വർഷം അനുഗ്രഹത്തിന്റെ ദിനങ്ങളായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അപ്പനോട് കൂടുതൽ പറ്റിച്ചേരുവാൻ, അപ്പന്റെ വചനങ്ങൾ പഠിക്കുവാൻ, അപ്പന് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അനേകരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. തിരുകരങ്ങളിൽ തരുന്നപ്പ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ മക്കളെ, നോക്കൂ, ഈ 2026 നമുക്ക് തരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ 43-ാം അധ്യായത്തിൽ പറയുന്നു, 18-ാം വാക്യത്തിൽ, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. പ്രിയ മക്കളെ, 2025 എങ്ങനെയായിരുന്നു എന്നല്ല, ഹല്ലേലൂയ, ഈ 2026 എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും, ഞാൻ അപ്പന് വേണ്ടി എന്തെല്ലാം ചെയ്തെടുക്കുവാൻ സാധിക്കുമോ അത് ചെയ്യുവാനുള്ള ബലവും ശക്തിയും ആരോഗ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിലായിത്തീരാം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. ഹല്ലേലൂയ, കഴിഞ്ഞ കാലത്തിൽ എനിക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട. ഈ പുതിയ വർഷത്തിൽ അപ്പന് വേണ്ടി ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താപ്പച്ചും പുതിയ ദിനങ്ങൾ ഓരോന്നും നമുക്ക് തരുമ്പോൾ അപ്പന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് മുന്നേറാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ ഏൽപ്പിക്കാൻ നോക്കൂ. മരുഭൂമിയിൽ വഴിയൊരുക്കി തരുന്ന അപ്പൻ, നിർജ്ജന പ്രദേശങ്ങളിൽ നദികളെ ഉണ്ടാക്കി തരുന്ന അപ്പൻ, ഹല്ലേലൂയ, നമ്മുടെ ഓരോ ആവശ്യങ്ങളും അറിഞ്ഞ് നിങ്ങൾ ഈ 2026 ഹല്ലേലൂയ ഏതെല്ലാം വിഷയം അപ്പന്റെ സന്നിധി വെക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നുവോ, ഏതെല്ലാം വിഷയം നിങ്ങളുടെ മധ്യത്തിലുണ്ടോ, അതിന്മേലെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കും. നമുക്ക് വിശ്വാസത്തോട് തന്നെ നമ്മുടെ കാൽച്ചുവടുകൾ മുന്നോട്ട് വയ്ക്കാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 41-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും, മരുഭൂമിയെ ഞാൻ നീർ പൊയ്യുകയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ കാൽച്ചുവടുകൾ മുന്നോട്ട് തന്നെ മരുഭൂമിയിൽ ഹല്ലേലൂയ വഴിയൊരുക്കി തരുന്ന അപ്പച്ചന. ഹല്ലേലൂയ. നോക്കൂ, നീർ പൊയ്കയെ ഹല്ലേലൂയ വരണ്ട നിലത്തേക്ക് ഹല്ലേലൂയ നീരുറവുകളാക്കി തരുന്ന അപ്പൻ. മരുഭൂമിയുടെ അവസ്ഥയാണോ, ശൂന്യമായ അവസ്ഥയാണോ, അതിന്മേലെല്ലാം പ്രവർത്തിപ്പാൻ ശക്തനായ അപ്പനിലാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ച് ആയിത്തീർന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അപ്പനിൽ തന്നെ ആശ്രയം വെച്ച് നമുക്ക് മുന്നോട്ട് പോവാം. കൈവിടില്ലെന്ന് പറഞ്ഞ അപ്പൻ, ഉപേക്ഷിക്കയില്ലെന്ന് പറഞ്ഞ അപ്പച്ചൻ, ഹല്ലേലൂയ ഏതു നേരത്തും കരം പിടിച്ചു നടത്തുന്ന അപ്പൻ, നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ മക്കളെ, ഹല്ലേലൂയ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. നീതിപാതകളിൽ നമ്മെ നടത്തുന്ന, കൂരിരുകൾ താഴ്വര
താഴ്വരയിൽ കൂടി നടന്നാൽ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഏതെല്ലാം അവസ്ഥകൾ വന്നാലും ഭയപ്പെടാതെ നിർത്തുവാൻ കഴിവുള്ള അപ്പനില്ല. നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്ന യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊരു മുട്ടുണ്ടാകില്ല. ഒന്നിനും മുട്ടുവരുത്താതെ കാത്തു പരിപാലിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറന്നു തരും. ഹല്ലേലൂയ. നോക്കൂ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയ. നന്മയും കരുണയും ഹല്ലേലൂയ നമ്മുടെ ആയുഷ്കാലമൊക്കെ പിന്തുടരും. പ്രിയ മക്കളെ, അപ്പനിൽ ആശ്രയം വയ്ക്കുന്ന വ്യക്തിയെ അപ്പൻ കൈവിടുകയില്ല. നന്മകൾ, ഹല്ലേലൂയ, കരുണകൾ എന്തെല്ലാം നമുക്ക് വേണമോ അതെല്ലാം നമുക്ക് വേണ്ടി അത്ഭുതകരമാവണ്ണം കർത്താവ് നൽകി തരും. 2026 അത്ഭുതത്തിന്റെ ദിനങ്ങളായി തീരട്ടെ. രോഗം മാറുന്ന ദിനമായി, ശാരീരികമായിട്ട് മാനസികമായിട്ട് ഹല്ലേലൂയ ബലപ്പെട്ട് മുന്നേറുവാൻ ഹല്ലേലൂയ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. കരങ്ങളിൽ സമർപ്പിക്കാം. ഏതെല്ലാം വിഷയം ഹല്ലേലൂയ അപ്പന്റെ പാദപീഠത്തിൽ വെക്കുന്നോ, ഈ 2026 ബലത്തോടെ മുന്നേറുവാൻ അപ്പൻ എനിക്ക് വലിയവ ചെയ്തു എന്ന് പറയുവാൻ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഡെയിലി മന്നയിലൂടെ വചനം കേൾക്കുന്ന ഓരോ മക്കളും ഹല്ലേലൂയ ദൈവിക അനുഗ്രഹത്താൽ നിറയുവാൻ ദൈവം സഹായിക്കണമേ. വേണ്ടുന്നതായ ഹല്ലേലൂയ അത്ഭുത വഴികൾ ഓരോ മക്കൾക്കും തുറന്നു കൊടുക്കണേ അപ്പാ. തലമുറകളെയൊക്കെ അനുഗ്രഹിക്കണമേ അപ്പാ. ഹല്ലേലൂയ. രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളുടെ മേൽ കരങ്ങൾ നീട്ടണമേ കർത്താവേ. ശൂന്യതകളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് ഹല്ലേലൂയ കർത്താവേ, അവർക്ക് വേണ്ടുന്ന ശൂന്യതകൾ മാറ്റി ഹല്ലേലൂയ അത്ഭുത വഴികൾ തുറന്നു കൊടുക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഈ 2026 ഹല്ലേലൂയ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ദിനമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിച്ചു ഹല്ലേലൂയ. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവപ്പച്ചന്റെ യഹോവയുടെ ദൃഷ്ടി ഓരോ മക്കളുടെ മേലും ഉണ്ടാകുവാൻ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചു മുന്നേറുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ മാനവും മൊത്തം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഹല്ലേലൂയ നേരുന്നു. ദൈവത്താൽ അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് നമുക്ക് മുന്നേറാം. കർത്താവിന് വേണ്ടി തന്നെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ കാൽച്ചുവടുകൾ മുന്നോട്ട് വെക്കാം. വിശ്വാസത്തിൽ ഹല്ലേലൂയ മുന്നേറാം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മാറാനാഥ. സ്തോത്രം, സ്തോത്രം.